ഇന്നലെ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. എന്റെ പഴയ ഒരു സുഹൃത്താണ് വിളിച്ചത്. സാധാരണ സംസാരത്തിനിടയ്ക്ക് അവർ പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആരോഗ്യവും പണവുമുള്ള സമയത്ത് നമ്മൾ പ്രൊട്ടക്ഷൻ ഒരുക്കി വെക്കണം. അന്നത് ഒരു സാധാരണ ഫിനാൻഷ്യൽ ഡിസ്കഷൻ മാത്രമായിരുന്നു. പക്ഷേ ഇന്നലെ അവരുടെ സംസാരത്തിൽ, ശബ്ദത്തിൽ ഞാൻ കേട്ടത് ടെൻഷനായിരുന്നു. കാരണം അവരുടെ ഹസ്ബൻഡിന് ഗുരുതരമായ ഒരു രോഗം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ പരിശോധനകളും ട്രീറ്റ്മെന്റിലേക്കും കടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെയുള്ള ചികിത്സകൾക്ക് ലക്ഷങ്ങൾ കടന്നിരിക്കുന്നു. അവർ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: ഇപ്പോൾ വലിയ കവറേജ് ഉള്ള ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുമോ? ഞാൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെയിരുന്നു. കാരണം ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. വർഷങ്ങളായി ഞാൻ പല കുടുംബങ്ങളിലും ഇത് കാണുന്നുണ്ട്. നമ്മൾക്ക് ഇൻഷുറൻസ് വേണമെന്ന് തോന്നുന്നത് എപ്പോഴാണ്? രോഗം വന്ന ശേഷം, ഹോസ്പിറ്റൽ ബില്ല് വന്ന ശേഷം, ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് അസുഖത്തെക്കുറിച്ച് പറയുന്ന സമയം. പക്ഷേ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കുന്നത് റിസ്ക് സംഭവിക്കുന്നതിന് മുന്നെയാണ്. വീട് കത്തിയതിന് ശേഷം ഫയർ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല. ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ആക്സിഡന്റ് പോളിസി എടുക്കാനും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഗുരുതരമായ ഒരു രോഗം കണ്ടെത്തിയതിന് ശേഷം വലിയ കവറേജ് ഉള്ള സ്കീമുകളൊന്നും എടുക്കാൻ സാധിക്കില്ല. ഈ വീഡിയോ ആരെയും പേടിപ്പിക്കാനല്ല, പകരം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പല കാര്യങ്ങൾക്കും തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. കുട്ടികളുടെ പഠനത്തിന്, വീടിന്, വാഹനങ്ങൾക്ക്, എന്തിന്, വെക്കേഷന് പോലും. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ റിസ്കിന് നമ്മൾ ഒട്ടും സമയം കണ്ടെത്താറില്ല, പ്ലാൻ ചെയ്യാറില്ല. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നാളെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് എത്രത്തോളം സാമ്പത്തികമായ സുരക്ഷയുണ്ടാകും? ഈ ചോദ്യം ഇന്ന് ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷെ നാളെ ഇത് ചിലപ്പോൾ വൈകിപ്പോയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ എന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, അത് കുടുംബത്തിനോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എത്രത്തോളം ശക്തമാണെന്ന് അറിയാൻ എന്റെ ഫിനാൻഷ്യൽ ക്ലാരിറ്റി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാരണം ചില തീരുമാനങ്ങൾ ഇന്ന് എടുക്കുമ്പോഴാണ് അത് വിലപ്പെട്ടതാകുന്നത്. ഫിനാൻഷ്യൽ സ്കോർ അറിയാൻ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യും.